Hello guys, welcome to my channel Alina Subir Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ ജമൽ? അപ്പോൾ നമ്മളിതാ ട്രെയിനിൽ പോവാണ്. അപ്പോൾ നമ്മളിതാ ഫാമിലി ഞാനും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. മെസ്സിന് നമ്മളോട് കഴിഞ്ഞപ്പോൾ ഞാനും മെസ്സിനും ഉമ്മയും കൂടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം മൂത്തിയും ജമലും മെസ്സിന് പിന്നെ വാപ്പായി മമ്മി ഞാനും ഉമ്മാണ് ഇപ്പം പോണേ. നേഹത്താത്തല്ല ഇപ്പില്ല, ഇപ്പം പിന്നെ വരും ലാസ്റ്റിലേക്ക് നമ്മൾ കൂട്ടാൻ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്ക് പോണ വീഡിയോ ആയിരിക്കും. ഇപ്പം ട്രെയിനിലാണ് പോണത്. ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഫീലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് വീഡിയോയിലിട്ട് പോവാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. ഞാനും മെസ്സിനും ജമലും കൂടി പോയി ഇലയൊക്കെ വെട്ടി. മൂത്തൻ്റെ വീട്ടിൽ വാഴ ഒന്നുമില്ല, ഞാൻ അടുത്തുള്ള വീട്ടിൽ പോയി വാഴയ്ക്ക് വെട്ടി. പിന്നെ പൊതിച്ചോറിൽ ചോറും തക്കാളി താളിച്ചതും മമ്പയർ ഉപ്പേരിയും ഓംലേറ്റും ചമ്മന്തിയും വഴുതന പൊരിച്ചതുമാണ് ഉണ്ടായിന്. ഒക്കെ പാക്ക് ചെയ്ത് പിന്നെ ബാഗൊക്കെ എടുത്തൊരു സൈഡിൽ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും പോയി. മോർണിംഗ് മുതൽ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതിന്, പക്ഷേ കഴിഞ്ഞില്ല, മറന്നുപോയി. പിന്നെ പോകാൻ നേരത്താണ് ഓർമ്മ വന്നത്. നമ്മൾ ഓട്ടോയിലാണ് പോണത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മളിത് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോഴത്തേന് പിന്നെ ഓട്ടോ വന്ന് 12:30 ഒക്കെ ആകുമ്പോൾ 1:45 ആകുമ്പോഴാണ് നമ്മളെ ട്രെയിന്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് ട്രെയിൻ എടുക്കണ മുന്നേ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ 1:00 1:15 ഒക്കെ ആകുമ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിലെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ കൈമിൽ 2 ബാഗൊക്കെ ഉണ്ട്. കുറേ ബാഗൊക്കെ ആയിട്ടാണ് പോയത്. എല്ലാവരും ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഞാനും ജമലും പിന്നെ മെസ്സിനും വാപ്പായും ഉമ്മയും മമ്മിയും ഒക്കെ ഒപ്പരം നടക്കുകയാണ്. അങ്ങനെ വേഗം ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പൊതിച്ചോറ് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. കുറേ കാലത്തിന് ശേഷമാണ് പൊതിച്ചോറ് കഴിക്കുന്നത്. പൊതിച്ചോറ് അങ്ങനത്തെ എനിക്കിങ്ങനെ ചിക്കൻ ഫിഷ് അങ്ങനത്തേതിനെക്കാട്ടൊക്കെ ഇഷ്ടം സദ്യ പൊതിച്ചോറ് അങ്ങനത്തെ ഒക്കെ ആണ്. ആൻഡ് അടിപൊളിയാണ്. പിന്നെ ട്രെയിന് ഒരു 1:45 ഒക്കെ ആകുമ്പോഴത്തേന് എടുത്ത് ഞാനും ജമലും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ ഞാനും മെസ്സിനും കുറച്ച് നേരം ചിത്രം വരച്ച് ഞാൻ കുറച്ച് ജേർണലിങ് ചെയ്തു. അതൊക്കെയാണ് അതിൽ വലിയ രസം. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത്, എൻ്റെ ഡ്രോയിങ് കിറ്റൊക്കെ. പിന്നെ ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേന് എറണാകുളം എത്തി. പിന്നെ ഞാനും ഉമ്മയും മെസ്സിനും കൂടി സ്നാക്സ് വാങ്ങാൻ പോയി. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളില്ലേനൊക്കെ വാങ്ങി വന്ന് നമ്മൾ റൂമൊക്കെ പോയി. അപ്പം ജമൽ പപ്പൻ്റെ മേലെ നിന്ന് ഇറങ്ങുന്നില്ല. നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് നല്ല പപ്സും ക്രീം ബന്നും പിന്നെ സമൂസേന്. സമൂസ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇനി ഞാനും ജമലും മെസ്സിനും കൂടി പിന്നെ സ്വിമ്മിങ് പൂളിലൊക്കെ പോയി കാലൊക്കെ ഇട്ട് കളിച്ച് അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഉണ്ട് റെയിൻബോ. നമ്മൾ വരുമ്പോൾ തന്നെ നല്ല മയക്കാറൊക്കെ ഉണ്ട്. ഇനി പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വാപ്പായിനെയും കൂട്ടി ഞാനും മെസ്സിനും പപ്പൻ്റെ ജ്വല്ലറിയിലേക്ക് പോയി. നമ്മൾ നടന്നിട്ട് ഇനി പോയത്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന സ്ഥലം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു ഈ തിന്നണതൊക്കെ. വാപ്പായി ആ ഷോപ്പ് കണ്ടില്ലേനെ, അപ്പോൾ വാപ്പായിനെ കാണിക്കാൻ വേണ്ടി പോയതിന് പിന്നെ പോയപ്പോഴാണ് കണ്ട നല്ല അടിപൊളി മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ലൈറ്റ് വെയ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നോക്കാം. എറണാകുളം ഭാഗത്തുള്ളവർക്ക് നല്ല സിൽവറിലും ഡയമണ്ടിലും ഗോൾഡിലൊക്കെ നല്ല നല്ല മോഡൽസ് ഉണ്ട്. അധികം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇവിടെ നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോൾ ഉമ്മയും മൂത്തിയില്ല, ഒരു വിശാൽ മാർട്ടിലേക്ക് പോയേനെ. അപ്പം നമ്മളും അങ്ങോട്ട് പോയി ഞാനും മെസ്സിനും. നമ്മൾ എറണാകുളം ട്രിപ്പ് ഡേ 1 മാക്സിമം അടിപൊളി എൻജോയ് ചെയ്ത്. അപ്പോൾ നമ്മളിനി വിശാൽ മാർട്ടിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, യു ക്യാൻ സീ ഫ്രം ദ. അവിടുന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങി നമ്മളിവിടെ തിരിച്ച് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10:45 ഒക്കെ ആകുമ്പോൾ ഞാനും മെസ്സിനും കൂടിയും ഐസ് വാങ്ങാൻ പോയി. അപ്പം നൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഐസ് വാങ്ങാൻ പോവാണ് ഞാനും മെസ്സിനും. ഇവിടെ വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നില്ല എന്നാണ്. അവിടെ കുറേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഐസ് ഉണ്ട്. ഇതിനൊക്കെ വാങ്ങി ഇവിടെ വന്ന് തിന്ന് പിന്നെ അന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഡേ 2 ആണ്. ഡേ 2 മോർണിംഗ് എണീറ്റ് നമ്മൾ ജമലിനായിട്ട് പാർക്ക് പോയപ്പോൾ കണ്ട ഒരു വ്യൂ ആണിത്. അപ്പോൾ ഗൈസ് നമ്മളിതാ നടന്നിട്ട് ലുലുവിലേക്ക് പോവാണ്. അവിടുന്ന് എടപ്പള്ളിയിലേക്ക് പോകണം. അപ്പം ഞാനും ഇമ്മയും ജമലും മെസ്സിനും ആണ്. നല്ല വെയിലാണ്, നോക്കാനേ കഴിയണില്ല. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പാടെയാണ് പോയത്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ തന്നെ 6 മണിയായിരുന്നു ലുലുവിൽ തന്നെ.
അതിനോട് തന്നെ നല്ല ടയേർഡായതുകൊണ്ട് നമ്മൾ എടപ്പള്ളി പോയില്ല അന്ന്. ലുലുവിൽ തന്നെ മാക്സിമം നമ്മൾ കറങ്ങി. ഡേ 2 പിന്നെ അത്ര തന്നെ ഉള്ളൂ. ലുലുവിൽ പോയി പിന്നെ തിരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഐസ്ക്രീമും ഡോണറ്റ്സൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഈ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരു ഗിവ് അവേ ഉണ്ടാവും. അപ്പോൾ അതിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.